താരസംഘടനയായ അമ്മയിൽ ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. അന്ന് തന്നെ ഫലവും വരും. ഇതിന് ഒരു ദിവസം മുമ്പ് മലയാള സിനിമയിലെ മറ്റൊരു സംഘടനയിലും തെരഞ്ഞെടുപ്പ് നടക്കും. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രികയുമായി സാന്ദ്ര തോമസ് എത്തിയത് വലിയ ചർച്ചയായിരുന്നു. ഓഗസ്റ്റ് 14-നാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച് നിലവിലെ ഭരണസമിതിയിൽപ്പെട്ട പ്രമുഖർക്കെതിരായ നിയമ നടപടിക്ക് പിന്നാലെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്രയുടെ പ്രഖ്യാപനം. സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായിട്ടാണ് തന്റെ മത്സരമെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ അംഗബലം അനുസരിച്ച് അട്ടിമറിക്ക് സാന്ദ്രയ്ക്ക് കരുത്തില്ല. അതുകൊണ്ട് തന്നെ ബി രാഗേഷ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാകും, വിനയൻ സെക്രട്ടറിയും. ഈ തലത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. സാന്ദ്രയുടെ പത്രിക തള്ളാനാണ് സാധ്യത. സിനിമകളുടെ ലാഭനഷ്ട കണക്ക് പുറത്തുവിട്ട സംഘടനാ നടപടി പരാജയമാണെന്നും താരങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവരല്ല സംഘടനയെ നയിക്കേണ്ടതെന്നും താൻ പ്രസിഡന്റായാൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുമെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു. സാന്ദ്ര തോമസ് നവമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അപമാനിച്ചുവെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്ര തോമസിനെതിരെ 2 കോടി രൂപ ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് നൽകിയത്. 2023-ൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി ആന്റോ ജോസഫിനെയും സെക്രട്ടറിയായി ബി രാഗേഷിനെയും തെരഞ്ഞെടുത്തിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരുന്നു അന്ന് ട്രഷറർ. സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മാത്രമാണ് അന്ന് മത്സരം ഉണ്ടായിരുന്നത്. ഇതാദ്യമായി ഒരു വനിതാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. എസ് ക്യൂബ് ഫിലിംസിന്റെ ഷേർഖ സന്ദീപാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായത്. സമാന രീതിയിൽ ഇത്തവണയും വലിയ മത്സരമില്ലാതെ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനാണ് നീക്കം. മത്സരത്തിനില്ലെന്ന് ആന്റോ ജോസഫ് നിലപാടെടുത്തതോടെ രാഗേഷിനെ പ്രസിഡന്റായി പരിഗണിക്കുകയായിരുന്നു. എറണാകുളം സബ് കോടതി സാന്ദ്രയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലെത്തിയ സാന്ദ്ര നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. ആദ്യമായാണ് ഒരു വനിതാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഓഗസ്റ്റ് 14-നാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓഗസ്റ്റ് 2 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് സാന്ദ്ര തോമസ്. പർദ്ദ ധരിച്ചെത്തിയാണ് സാന്ദ്ര നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഈ പത്രിക തള്ളുമെന്നാണ് ലഭ്യമായ സൂചന. ഗൗരവകരമായ തന്റെ പരാതിയിൽ പോലീസ് കുറ്റപത്രം നൽകിയിട്ടും പ്രതികളായ 4 പേർ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭരണാധികാരികളായി തുടരുകയാണെന്ന് സാന്ദ്ര ആരോപിച്ചിരുന്നു. ആരോപണ വിധേയരായ ഇവർ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് താൻ പർദ്ദ ധരിച്ചെത്തിയത്. ഇപ്പോഴത്തെ ഭാരവാഹികളുള്ള അസോസിയേഷനിൽ വരുമ്പോൾ ധരിക്കാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം പർദ്ദ തന്നെയാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. 16ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. 9 സിനിമകൾ തന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 സിനിമകളെ വെച്ചാണ് തന്റെ അപേക്ഷ തള്ളാൻ ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ താൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത തവണ സ്ഥാനത്ത് തുടരില്ല. പുതിയ ആളുകൾക്ക് കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കണം. അതിന് സമ്മതിക്കാതെ 10-15 വർഷമായി ചിലർ ഭരണം തുടരുകയാണെന്നും സാന്ദ്ര വിമർശിച്ചിരുന്നു.